സുരകൂല തരുണി പ്രധാനമന്ത്രിയുടെ ഓരോ നിലപാട് കാരണം പണമൊന്നും പിരിച്ചു കിട്ടിയിട്ടില്ല. ആൾക്കാർ കയ്യിൽ പൈസ ഇല്ലാന്ന്. ആകെ ഉള്ളത് 2000 ഉറുപ്പ്യ. അത് ചില്ലറയാക്കി കിട്ടാനും പ്രയാസ. ഞങ്ങൾക്കൊണ്ട് കയ്യില പറയാ, നീ പോയി പറ. എന്നാ ശരി, ഞാൻ പോയിക്കോളാം. ഞാൻ തന്നെ ചെയ്യാം. പവിയേട്ടാ, പറ പറ. പവിയേട്ടാ, നിങ്ങളൊന്നും വിചാരിക്കരുത്. നമ്മള് വിചാരിച്ചത്ര പണം പിരിച്ചെടുത്താൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾക്കിപ്പൊ പൈസ തരാനില്ല. 2 ദിവസം കൊണ്ട് ഒപ്പിച്ചേരാ. പവിയേട്ടാ, സാധനങ്ങളെല്ലാം തീർന്ന്. മോനെങ്കില് പനിക്കുന്നുമുണ്ട്. നാളെങ്കിൽ ഒന്ന് കൊണ്ടുപോയി കാണിക്കണ്ടേ? ആശാനെ, വണ്ടി. രജിതേ, രജിതേ, വല്ലതും കഴിച്ചാ? നീ കുറച്ച് വെള്ളം ഇങ്ങെടുക്ക്. വെള്ളം. വല്ലതും കിട്ടിയോ? പനിക്ക് ഒരു കുറവുമില്ല. നാളെയെങ്കിലും ഒന്ന് കാണിക്കണ്ടേ? 1.5 മാസത്തിനിടക്ക് കിട്ടിയ കളിയാ. ഇല്ല, തരപ്പെട്ടില്ല. അവരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അവരും ദുരിതത്തിലാ. ഗാന്ധിജിയെ വെടിവെച്ചു വന്നവരാണ്. ദേശീയഗാനത്തെ എതിർത്ത് സംസാരിച്ചവരാണ് ഇപ്പൊ ദേശസ്നേഹത്തെ കുറിച്ച് പറഞ്ഞു വരുന്നത്. കഷ്ടം. എന്താ അല്ലേ? ഇവർക്കൊക്കെ എന്ത് അർഹതയാണുള്ളത് ദേശീയതയെ കുറിച്ച് സംസാരിക്കുവാൻ വേണ്ടി? പവിയേട്ടാ, എന്തല്ല? വാ, അങ്ങോട്ടേക്ക് ഇരിക്കാം. എന്തല്ല, അടവൊക്കെ കഴിഞ്ഞാണല്ലോ, പിന്നെന്താ നിങ്ങള്?
കുറച്ച് പൈസ അത്യാവശ്യമുണ്ട്. ഇത് വെച്ചിട്ട് എന്തെങ്കിലും തരണം. വിഷമം തോന്നരുത് പവേട്ട. കേന്ദ്ര ഗവൺമെന്റിന്റെ പുതിയ നിലപാടനുസരിച്ചിട്ട് സഹകരണ ബാങ്കുകളുടെ ഒരു ഇടപാടുകളും അവർ അനുവദിക്കുന്നില്ല. അല്ല രാജ, എന്താ ഇടാ? ലോണൊന്നും പാസ്സായില്ലേ? ലോണ് പാസ്സായി പവി. പക്ഷേ പ്രധാനമന്ത്രിയുടെ പുതിയ നടപടി കാരണം പാസ്സായ ലോണിന്റെ പൈസ തരാൻ പറ്റില്ല എന്നാണ് ഇവരിപ്പോൾ പറയുന്നത്. ഇവർക്ക് പൈസ തരാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. മോളുടെ കല്യാണത്തിന് 2 ദിവസമല്ലടാ പവിയുള്ളൂ. ഞാനിനി എന്താ ചെയ്യേണ്ടത്? രാജ്യസ്നേഹം കൊണ്ട് മാത്രം നടന്നാൽ കുടല് നിറയില്ലടാ. കുടുംബമില്ലാത്തവരോടൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ലടാ പവി. ഥു! അല്ല പവിയേട്ടാ, നിങ്ങൾ ഇതുവരെ റെഡി ആയിട്ടില്ല? അറിയാലോ, നമ്മുടെ ദുരിതം തീരണമെങ്കിൽ ഇന്നിതിൽ പങ്കെടുത്തേ പറ്റൂ. ഇതാ പോ. അധ്വാനിച്ചുണ്ടാക്കിയ പണം പോലും ഉപയോഗിക്കാൻ പറ്റാത്ത ദുരവസ്ഥ. തൊഴിൽ മേഖലകൾ സ്തംഭിച്ചിരിക്കുന്നു. ഏകാധിപതിയായി പ്രവർത്തിക്കുന്നവന് മറുപടി നൽകേണ്ട കാലഘട്ടം അനിവാര്യമായിരിക്കുന്നു. അവകാശ ലംഘനങ്ങൾക്കെതിരെ പ്രതികരിക്കുവാൻ സമരം അനിവാര്യമായിരിക്കുന്നു. അണിചേരുക മനുഷ്യച്ചങ്ങലയിൽ.